നമസ്കാരം, കെ ആർ പ്രവീണാണ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. മെയിനായിട്ട് നമുക്ക് ക്യാഷ്ലെസ് ഫെസിലിറ്റി കിട്ടുമോ എന്നുള്ളത് നോക്കണം. അതായത് നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ഹോസ്പിറ്റലിൽ നമുക്ക് ബില്ല് ക്യാഷ്ലെസ് ആയിട്ട് നമ്മൾ പണം കൊടുക്കാതെ നമുക്ക് അവിടുന്ന് ബില്ല് സെറ്റിൽ ചെയ്ത് പോരാൻ കഴിയുമോ എന്നുള്ളത്, ക്യാഷ്ലെസ് ഫെസിലിറ്റി കിട്ടുമോ എന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ഒന്നാണ് റീഇംബേഴ്സ്മെൻറ്റ്. നമ്മളിപ്പോൾ ചെറിയ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആയതെങ്കിൽ നമ്മളെ ബില്ല് സബ്മിറ്റ് ചെയ്തതിന് ശേഷം റീഇംബേഴ്സ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്. പിന്നുള്ളത് റൂം റെൻറ്റ്. അതായത് ഇപ്പോൾ നമ്മളൊരു നല്ല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ആ റൂം റെൻറ്റ് എത്ര രൂപ വരെ നമുക്ക് ലഭിക്കും. ഇപ്പോൾ 5000-10000 രൂപ വരെ റെൻറ്റുള്ള റൂമുകളുണ്ട്. അപ്പോൾ നമ്മളെ ഇൻഷുറൻസിൽ എത്ര രൂപ വരെ റൂം റെൻറ്റ് ലഭിക്കും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഉള്ളതാണ് വെയിറ്റിംഗ് പീരീഡ് ഉള്ള അസുഖങ്ങൾ, നിലവിൽ ഉള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ വേറെ കുറച്ച് ടൈപ്പ് ഓഫ് അസുഖങ്ങൾക്ക് എത്ര കാലത്തിന് ശേഷമാണ് ഇൻഷുറൻസ് കവറേജ് കിട്ടുക എന്നുള്ളത് അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഒരു ഇൻഷുറൻസ് എടുത്തതിന് ശേഷം നിലവിലുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ വരുന്ന അസുഖങ്ങളോ, മുൻകൂട്ടി നമുക്ക് ഇല്ലാത്ത അസുഖങ്ങൾ ഏതെങ്കിലും വരുന്ന അസുഖങ്ങൾക്ക് നിലവിൽ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മെറ്റേർണിറ്റി കവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭിണികൾക്കുള്ള കവറേജ്, പ്രസവത്തിനുള്ള ആനുകൂല്യം, ഇത് നമ്മളെ ഇൻഷുറൻസിൽ ലഭിക്കുന്നുണ്ടോ നോക്കണം. അതിൻ്റെ കൂടെ തന്നെ ന്യൂ ബോൺ ബേബി കവറേജ്, ജനിക്കുന്ന കുഞ്ഞിനുള്ള കവറേജ് നമുക്ക് ലഭിക്കുന്നുണ്ടോ, എത്ര രൂപ വരെ ലഭിക്കും. അതുപോലെ തന്നെ മെറ്റർണിറ്റി കവറേജിന് നമ്മളെടുത്ത ഇൻഷുറൻസിൽ എത്ര രൂപ വരെ ലഭിക്കും. ഇത്രയും കാര്യങ്ങൾ മിനിമം നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലത്തെ സംശയങ്ങളും ഒരു ഇൻഷുറൻസ് എടുക്കാനും, ഇപ്പം നല്ലൊരു ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാനും, അതുപോലെ തന്നെ അത് EMI വ്യവസ്ഥയിൽ, തവണ വ്യവസ്ഥയിൽ നിങ്ങൾക്ക് അടച്ചിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം. അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. സംശയങ്ങൾക്കും അതുപോലെ തന്നെ ഇൻഷുറൻസ് എടുക്കാനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.